ഹായ് ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്നത്തെ സെഷൻ വരുന്നത് വേർഡ് ബസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വേർഡ് ബസ് അറിയുന്നവരുണ്ടാവും, അതുപോലെ തന്നെ വേർഡ് ബസിനെ കുറിച്ചിട്ട് കേൾക്കാത്തവരുണ്ടാകും. എന്താണ് വേർഡ് ബസ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ വേർഡ് ബസിൻ്റെ ഡാഷ്ബോർഡിൽ എങ്ങനെയൊക്കെയാണ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ നോക്കാം. ഓക്കെ. What is WordPress? WordPress is an open source content management system that allows anyone to build and manage websites without needing to know how to code. അതായത് വേർഡ്പ്രസ് എന്താണ്, ഇസ് എൻ ഓപ്പൺ സോഴ്സ് ആണ്. അതായത് എന്താണ്, ഫ്രീ ടു യൂസ് ആണ്. നമുക്ക് പേയ്മെൻ്റ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വേർഡ്പ്രസ്. അതുപോലെ തന്നെ അത് ഒരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരുപാട് കണ്ടൻസുകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇമേജസ് ആവട്ടെ, ടെക്സ്റ്റുകളാവട്ടെ, വീഡിയോസ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കണ്ടൻസുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ വേർഡ്പ്രസ് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കണ്ടൻസുകളൊക്കെ ഒന്നുകൂടി ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഇതൊക്കെ ഈസി ആയിട്ട് പറ്റുന്നതിനാണ് നമ്മൾ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അതിൽ വരുന്നതാണ് വേർഡ്പ്രസ്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം കോഡിംഗ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക്, ഇപ്പോൾ കോഡിംഗ് നോളേജ് കുറവാണ് അല്ലെങ്കിൽ കോഡിങ്ങിനോട് ഇൻട്രസ്റ്റ് ഇല്ല, കോഡിംഗ് ഡിഫിക്കൽട്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക് വേർഡ്പ്രസ് ഒന്നും കൂടി നല്ല ഓപ്ഷനാണ്. കാരണം വേർഡ്പ്രസ്സിൽ ഇപ്പോൾ കോഡിംഗ് അറിയില്ല എന്നുണ്ടെങ്കിലും വേർഡ്പ്രസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് ആണെങ്കിലും എന്നാൽ നമുക്ക് ഈ വേർഡ്പ്രസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെബ്സൈറ്റുകൾ, ഏത് ടൈപ്പ് ഓഫ് വെബ്സൈറ്റുകളും ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതായത് WordPress allows anyone to build and manage websites without needing to know how to code. Okay. A CMS is software that lets users create, edit, and publish content online easily. ഇപ്പോൾ CMS എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതെന്താണ്, അതൊരു സോഫ്റ്റ്വെയർ ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, യൂസേഴ്സിനെ കണ്ടൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ CMS പറയുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പറഞ്ഞ് വേർഡ്പ്രസ് എന്നുള്ളത്. അതുപോലെ തന്നെ വേർഡ്പ്രസ് മാത്രമല്ല, വേറെയും പ്ലാറ്റ്ഫോംസുകൾ വരുന്നുണ്ട്. ഷോപ്പിഫൈ ആവട്ടെ, ജൂംല, ഡ്രൂപ്പൾ പറഞ്ഞിട്ട് വേറെയും പ്ലാറ്റ്ഫോംസുകൾ ഈ CMSൽ വരുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ കൂടുതൽ പഠിക്കാൻ പോകുന്നത് ഇതിനെ പറ്റിയിട്ടാണ്, വേർഡ്പ്രസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. The WordPress started as a blogging platform but has now grown into a full website builder. അതായത് വേർഡ്പ്രസ് സ്റ്റാർട്ട് ചെയ്തതിന് ആ ഒരു സമയത്ത് ഒരു ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഗ്രോ ചെയ്തിട്ട് ഒരു ഏതൊരു ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് ആണെങ്കിലും നമുക്കൊരു ഫുൾ വെബ്സൈറ്റ് ബിൽഡർ ആയിട്ട് ഇപ്പോൾ വേർഡ്പ്രസ് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഓക്കെ. ഇറ്റ് ഈസ് ഫ്രീ ടു യൂസ് ആണ്, ഓൾറെഡി പറഞ്ഞ് ഫ്രീ ടു യൂസ് ആണെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ആൻഡ് ക്യാൻ ബി കസ്റ്റമൈസ്ഡ് ബൈ യൂസിങ് തീംസ് ആൻഡ് പ്ലഗിൻസ്. നമ്മൾ വേർഡ്പ്രസ്സിൽ എങ്ങനെയാണ് വെബ്സൈറ്റുകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വേർഡ്പ്രസ്സിലുള്ള തീംസുകളും പ്ലഗിൻസുകളും വെച്ചിട്ടാണ് നമ്മൾ വേർഡ്പ്രസ്സിൽ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീംസ് എന്തിനാണ് നമ്മളൊരു വേർഡ്പ്രസ് വെബ്സൈറ്റിന് യൂസ് ആക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ലേഔട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തീംസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു വെബ്സൈറ്റിന് നമുക്ക് എന്തെങ്കിലും ഫീച്ചേഴ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷണാലിറ്റീസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ പ്ലഗിൻസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. അതുപോലെ ടു വർക്ക്സ് വിത്ത് PHP ആൻഡ് MySQL ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ബട്ട് ബിഗിനേഴ്സ് ഡോണ്ട് നീഡ് ടു നോ കോഡിംഗ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞേ, വേർഡ്പ്രസ്സിൽ കോഡിംഗ് നോളേജ് വേണ്ട അല്ലെങ്കിൽ കോഡിംഗ് അറിയാത്തവർക്ക് വേർഡ്പ്രസ്സിൽ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതായത് ഇപ്പോൾ വേർഡ്പ്രസ്സിൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കോഡുകൾ PHP MySQL ഒക്കെ ആണ്. പക്ഷേ ഈ ഒരു PHP അല്ലെങ്കിൽ MySQL അറിയാത്തവർക്കാണെങ്കിലും നമുക്ക് വേർഡ്പ്രസ്സിൽ ഈസി ആയിട്ട് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കണ്ടൻസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, ഈസി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കോഡ് ഇങ്ങനെ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കോഡാണ് PHP കോഡും MySQL കോഡൊക്കെയാണ് വർക്ക് ആവുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഇതിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ വേർഡ്പ്രസ്സിൽ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ PHP MySQL ഒന്നും അറിയണം എന്നൊന്നുമില്ല. ഓക്കെ. അടുത്താണ് wordpress.com vs wordpress.org. ഈ രണ്ട് വെബ്സൈറ്റുകൾ പറഞ്ഞാലും വേർഡ്പ്രസ്സിൻ്റെ മെയിൻ വെബ്സൈറ്റുകളാണ്. wordpress.com എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റഡ് ബൈ വേർഡ്പ്രസ്. അതായത് ഇപ്പം നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹോസ്റ്റിംഗ് ഇല്ലാതെ ഇപ്പം നമുക്കത് കിട്ടൂല. അതായത് ഇപ്പം ഞാനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിൽ ആ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു സെർവറിൽ
എന്താ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നമുക്കത് കിട്ടുള്ളൂ, ഗൂഗിൾ സെർച്ചിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, അടുത്തായിട്ട് wordpress.com-ഉം wordpress.org-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയുന്നത്. ഈ wordpress.com ആണെങ്കിലും .org ആണെങ്കിലും രണ്ടും വേർഡ്പ്രസ്സിൽ വരുന്ന മെയിൻ സൈറ്റുകളാണ്. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. wordpress.com-ലാണെങ്കിലും അതായത് നമ്മളിപ്പോൾ വേർഡ്പ്രസ്സിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അത് നമുക്ക് എവിടെയെങ്കിലും ഹോസ്റ്റ് ചെയ്യണം, എന്നാലല്ലേ നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ലൈവായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എവിടെയെങ്കിലും ഹോസ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, ലൈവ് സെർവർ ചൂസ് ചെയ്തിട്ട് നമ്മൾ പ്ലാനൊക്കെ ചൂസ് ചെയ്ത് പർച്ചേസ് ചെയ്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് ലൈവ് സെർവറിൽ ഹോസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കൽ സെർവറിൽ ഹോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ wordpress.com ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സെർവർ ചൂസ് ചെയ്തിട്ട് ഹോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വേർഡ്പ്രസ് തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, വേർഡ്പ്രസ് തന്നെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് സെൽഫായിട്ട് ആ ഒരു വെബ്സൈറ്റിനെ ഹോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, വേർഡ്പ്രസ് തന്നെ അത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈസി, അതായത് ഇപ്പം നമ്മൾ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്കൊന്നും കൂടി wordpress.com-ൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഈസി ആയിരിക്കും. കാരണം ഒരു ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഹോസ്റ്റിങ്ങിലേക്ക് നമ്മൾ ചെയ്ത സൈറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഡിഫോൾട്ടായിട്ട് വേർഡ്പ്രസ് തന്നെ ഹോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ലിമിറ്റഡ് കൺട്രോൾ ആയിരിക്കും, അതായത് നമുക്ക് ലിമിറ്റേഷൻസ് ആയിരിക്കും. നമുക്ക് ഏതൊരു ടൈപ്പ് ഓഫ് വെബ്സൈറ്റുകൾ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിലും wordpress.com-ൽ ചെയ്യുമ്പോൾ അവിടെ ലിമിറ്റേഷൻസുകൾ വരും. ഓക്കെ, അതുപോലെ തന്നെ ഫ്രീ പ്ലാൻ വിത്ത് അപ്ഗ്രേഡ് ഓപ്ഷൻസ് ഓൾറെഡി പറഞ്ഞ ലിമിറ്റേഷൻസ് വരും എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ ടു യൂസ് ആണ് വേർഡ്പ്രസ് എന്നുള്ളത്. ഇത് wordpress.com-ൽ ചെയ്യാന്നുണ്ടെങ്കിലും ഫ്രീ പ്ലാൻസുകൾ ഉണ്ടാകും, പക്ഷെ അപ്ഗ്രേഡ് ഓപ്ഷൻസുകളായിരിക്കും. അതായത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷെ നമ്മൾ പേഴ്സണൽ ബ്ലോഗ്സുകൾ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് wordpress.com ഓക്കെ ആണ്. അപ്പം അതായത് അവിടെ ലിമിറ്റേഷൻസുകൾ ആ ഒരു പേഴ്സണൽ ബ്ലോഗ്സ് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും കസ്റ്റമൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയൊരു വെബ്സൈറ്റ് കൂടുതൽ കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെബ്സൈറ്റുകളൊക്കെ ആണെങ്കിൽ wordpress.com ഓക്കെയാണ്. പക്ഷെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നല്ല ഒരു അത്യാവശ്യം വലിയൊരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ wordpress.com എന്തായിരിക്കും, അതിന് ലിമിറ്റേഷൻ ആയിരിക്കും. ഓക്കെ, അടുത്തത് wordpress.org. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു wordpress.com-ൽ വേർഡ്പ്രസ് തന്നെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്ന ബ്ലോഗ് ആവട്ടെ വെബ്സൈറ്റ് ആവട്ടെ എന്താണെങ്കിലും അത് വേർഡ്പ്രസ് തന്നെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇൻ കേസ് .org-ലാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മളായിട്ട് തന്നെ ഹോസ്റ്റ് ചെയ്യണം. ഒന്നെങ്കിൽ ലൈവ് സെർവർ ചൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലോക്കൽ സെർവർ ചൂസ് ചെയ്തിട്ടോ നമ്മൾ സെൽഫായിട്ട് ഹോസ്റ്റ് ചെയ്യണം. ഫുൾ കൺട്രോൾ ഓവർ കസ്റ്റമൈസേഷൻ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഏതൊരു ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിലും അതിൻ്റെ ഫുൾ കൺട്രോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഒരു ലിമിറ്റേഷൻസ് ഒന്നും വരുന്നില്ല. ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, ബട്ട് റിക്വയർസ് ഹോസ്റ്റിംഗ്. ഇതെന്ത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്റ്റിംഗ് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ സെൽഫായിട്ട് ഹോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഗ്രേറ്റ് ഫോർ ബിസിനസ് പോർട്ട്ഫോളിയോസ് ആൻഡ് ഇ-കൊമേഴ്സ് സൈറ്റുകൾ. അതായത് ബിസിനസ് സൈറ്റ് ആവട്ടെ ഏതൊരു ടൈപ്പ് ഓഫ് വെബ്സൈറ്റുകൾക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് എന്താണ്, wordpress.org വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് ഈ ഒരു വേർഡ്പ്രസ് യൂസ് ചെയ്തിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് വെബ്സൈറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇത് പോർട്ട്ഫോളിയോ സൈറ്റ്സുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ബിസിനസ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം, ഓൺലൈൻ സ്റ്റോർസുകൾ അതായത് ഇ-കൊമേഴ്സ് സൈറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനത്തെ സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം, ന്യൂസ് ആൻഡ് മാഗസിൻ സൈറ്റ്സുകൾ, LMS പ്ലാറ്റ്ഫോംസുകൾ, ജോബ് പോർട്ടൽസ്, ഈവൻറ്റ് ഓർ നോൺ പ്രോഫിറ്റ് സൈറ്റ്സുകൾ. അതായത് നമുക്ക് ഏതൊരു ടൈപ്പ് ഓഫ് സൈറ്റുകളാണെന്നുണ്ടെങ്കിലും ഈ വേർഡ്പ്രസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് എന്തുകൊണ്ടാണ് ഈ വേർഡ്പ്രസ് ചൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡിമാൻഡ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇപ്പം നമുക്കറിയാം ഈ ഒരു വേൾഡ് വൈഡ് ഇപ്പോൾ ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ്സുകൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നോക്കുന്ന കാര്യമാണ്, മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന കാര്യമാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പം അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് വേർഡ്പ്രസ് യൂസ് ചെയ്തിട്ട് ബിസിനസ് വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേർഡ്പ്രസ് ഡെവലപ്പർ ആവാം, ഡിസൈനർ ആവാം, അതായത് തീം ഡിസൈനേഴ്സ് ആവാം, ഫ്രീലാൻസർ, ഏജൻസി ഓണേഴ്സ്, ഈ ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് വേർഡ്പ്രസ് പഠിക്കാന്നുണ്ടെങ്കിൽ ഉണ്ടാകും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് വെബ്സൈറ്റ്സ് ഇൻ ഡേയ്സ് നോട്ട് മന്ത്സ്. അപ്പോൾ നമ്മൾ കോഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമുക്കൊന്നുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു വേർഡ്പ്രസ് യൂസ് ചെയ്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡേയ്സിൽ തന്നെ നമുക്ക് ഓരോ വേർഡ്പ്രസ് വെബ്സൈറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോ കോഡിംഗ് റിക്വയർഡ്, അതായത് നമുക്കിപ്പോൾ പഠിക്കാനാണെങ്കിലും ഈസിയാണ്, നമുക്ക് കോഡിംഗ് ഒന്നും ആവശ്യം വരുന്നില്ല. കോഡിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും, പക്ഷെ എന്നാലും കോഡിംഗ് അറിയാത്തവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് തന്നെ വേർഡ്പ്രസ്സിൽ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ലൈസൻസ് ഫീസ് കാര്യങ്ങൾ ഒന്നും വരുന്നില്ല. പിന്നെ അതേപോലെ ഫ്രീലാൻസ് വർക്കുകൾ ഒരുപാട് വേർഡ്പ്രസ്സിൽ നമുക്ക് കിട്ടും. അതായത് വേർഡ്പ്രസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രീലാൻസ് വർക്കുകൾ നമുക്ക് ചെയ്യാൻ കഴിയും വേർഡ്പ്രസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അതുപോലെ തന്നെ വേർഡ്പ്രസിന്റെ മാർക്കറ്റ് ഷെയർ നോക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേൾഡ് വൈഡ് തന്നെ വേർഡ്പ്രസ്സിൽ 43% ഓഫ് വെബ്സൈറ്റുകൾ വേർഡ്പ്രസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേൾഡ് വൈഡ് നോക്കാന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ CMS മാർക്കറ്റ് ഷെയർ നോക്കാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ CMS മാർക്കറ്റ് ഷെയർ പറഞ്ഞാൽ എന്തിനു, CMS എന്ന് പറഞ്ഞാൽ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണെന്ന് പറഞ്ഞത്. അപ്പം അതിൽ വരുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് വേർഡ്പ്രസ് എന്നും പറഞ്ഞത്. അപ്പോൾ ആ ഒരു CMSന്റെ, അതായത് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിലുള്ള മാർക്കറ്റ് ഷെയർ നോക്കാന്നുണ്ടെങ്കിൽ ഓവർ 60% ഓഫ് വെബ്സൈറ്റുകളും വേർഡ്പ്രസ്സിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ വേർഡ്പ്രസ്സിൽ തൗസൻഡ്സ് ഓഫ് ഫ്രീ തീംസുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പ്ലഗിൻസുകളും അവൈലബിൾ ആണ്. സപ്പോർട്ടഡ് ബൈ എ ഗ്ലോബൽ ഡെവലപ്പർ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, വേർഡ്പ്രസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടപ്സ് ആവട്ടെ, ബിഗ് ബ്രാൻഡ്സ് ആവട്ടെ, ഏതാണെങ്കിലും നമുക്ക് വേർഡ്പ്രസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ കഴിയും. ഓക്കെ, എങ്ങനെയാണ് വേർഡ്പ്രസ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നോക്കാം. അതായത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡാറ്റാബേസും. ഒരു വെബ്സൈറ്റിന് വേണ്ട 3 കാര്യങ്ങളാണ് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡാറ്റാബേസും. ഈ കേസിൽ, അതായത് വേർഡ്പ്രസിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഫ്രണ്ട് എൻഡ് എന്തിനാ യൂസ് ആക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് യൂസേഴ്സിന് വിസിബിൾ ആവുന്ന പാട്ടില്ലേ. ഇപ്പോൾ ഏതൊരു വെബ്സൈറ്റ് എടുത്തോക്കട്ടെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആവട്ടെ, ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനത്തെ വെബ്സൈറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് വെബ്സൈറ്റ് ആവട്ടെ, ഏതൊരു വെബ്സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ വിസിറ്റേഴ്സിനെ അല്ലെങ്കിൽ യൂസേഴ്സിന് വിസിബിൾ ആവുന്ന പാട്ടില്ലേ, അതായത് നമുക്ക് കാണുന്ന ഭാഗം, ആ കാണുന്ന ഭാഗമാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ വേർഡ്പ്രസ്സിൽ ചെയ്യുന്നത് എങ്ങനെ, ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തീംസുകളും, അതായത് ഒരു തീം ചൂസ് ചെയ്തിട്ട് അതിലേക്ക് കണ്ടൻസ്, ഇമേജസ്, ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് എൻഡ് വരുന്നത് വേർഡ്പ്രസ്സിൽ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് എൻഡ് വരുന്നത് വേർഡ്പ്രസ്സിൻ്റെ ഡാഷ്ബോർഡാണ്. ഈ ഒരു ഡാഷ്ബോർഡിലാണ് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണെങ്കിലും നമ്മൾ മാനേജ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, അടുത്തതാണ് ഡാറ്റാബേസ്. ഡാറ്റാബേസ് എന്തിനാണ് യൂസ് ആക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്ന ഓരോരോ ഡാറ്റാസുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തായിട്ട് തീംസ് ആൻഡ് പ്ലഗിൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേർഡ്പ്രസ്സിൽ തീംസും പ്ലഗിൻസുകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. തീംസുകൾ യൂസ് ചെയ്യുന്നത് നമ്മൾ വെബ്സൈറ്റിന് ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ലേഔട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തീംസുകൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലഗിൻസുകൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷണാലിറ്റീസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ വെബ്സൈറ്റിന് ഇപ്പോൾ എന്തെങ്കിലും ഒന്നെങ്കിൽ ഇപ്പം ഇംഗ്ലീഷിലുള്ള ഒരു സൈറ്റാണ്, പക്ഷെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ വേറെ രാജ്യത്തുള്ളവർക്ക് അത് കാണണം. അപ്പോൾ ഒന്നെങ്കിൽ അറബിക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്യണം, അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കേസിൽ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലഗിൻസുകൾ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ സൈറ്റിൽ ഫോമുകളൊക്കെ കാണുമല്ലോ. അപ്പോൾ ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഒരു മെയിലിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള കണ്ടൻസുകൾ വരണം. അപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ കേസിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലഗിൻസുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലഗിൻസുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് വേർഡ്പ്രസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. നമുക്ക് വേർഡ്പ്രസ് ഡാഷ്ബോർഡ് എന്താണെന്നൊന്ന് ബേസിക് ആയിട്ട് നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ,
അപ്പോൾ ഇതാണ് വേർഡ് പ്രസിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളൊരു വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തീം സെറ്റ് ആക്കണം എന്നുള്ളത്. തീം ആക്ടിവേറ്റ് ചെയ്യണം. തീം ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ വെബ്സൈറ്റിന് ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞ്, അതായത് ഒരു ലേഔട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു തീം ആക്ടിവേറ്റ് ചെയ്യുന്നത് നോക്കിയാൽ ഇപ്പോൾ ഈ സൈഡിൽ കാണുന്നുണ്ടാവും ഒരുപാട് ഹോം പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ ഇത് കാണുന്നുണ്ട് അല്ലേ. അപ്പം അതിൽ നമ്മൾ അപ്പിയറൻസിൽ തീംസ് കാണും. ഈ തീംസ് ക്ലിക്ക് ചെയ്യാം. തീംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ 3 തീമുകളാണ് ഇവിടെ കാണുന്നത്: 2025, 2024, 2023. ഈ 3 തീംസുകൾ ഇതിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള തീംസ് ആണ്. ഇതിൽ ഫസ്റ്റ് തീം നമുക്ക് കസ്റ്റമൈസ് എന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് പറഞ്ഞിട്ടാണ് 2025 കാണിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഡിഫോൾട്ടായിട്ട് തന്നെ നമ്മൾ വേർഡ് പ്രസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിലൊരു തീം ആക്ടിവേറ്റ് ആയിരിക്കും. ഇതൊരു തീം എന്തായാലും മസ്റ്റാണ് വേർഡ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വേർഡ് പ്രസിലെ വെബ്സൈറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീമുകൾ എന്താണ് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് തന്നെ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഡിഫോൾട്ടായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള തീമാണ് 2025. അപ്പോൾ എനിക്കിനി ചേഞ്ച് ചെയ്ത് കൊടുക്കണം. 2024 തീം ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഹോവർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ കാണിക്കും ആക്ടിവേറ്റ് എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തുണ്ട്, 2024 തീം എന്ത് ചെയ്തിട്ടുണ്ട്, ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ 2025 തന്നെ ആക്റ്റീവ് ചെയ്തിട്ട് നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു തീം ആക്ടിവേറ്റ് ചെയ്തു. ഇനി എങ്ങനെ നമ്മൾ വെബ്സൈറ്റ് ഇപ്പോൾ എങ്ങനെ ഉണ്ട്, എന്താണ് നമ്മൾ വെബ്സൈറ്റിൽ ഷോ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ മുകളിൽ ഈ പ്രോ വൺ എന്ന് പറയുന്നത് നമ്മൾ വെബ്സൈറ്റിന് കൊടുത്ത പേരാണ്. അപ്പോൾ ഞാൻ ഓവർ ചെയ്യുമ്പോൾ ഇവിടെ വിസിറ്റ് സൈറ്റ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, അതൊരു പുതിയ ടാബിലൊക്കെ ആക്കിയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്ലോഗാണ് ഇവിടെ വിസിബിൾ ആകുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ബ്ലോഗാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഒരു പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട്, ഒരു ഹോം പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഹോം പേജ് ഞാൻ ഈ സൈറ്റ് ഷോ ചെയ്യുമ്പോൾ, അതായത് ഈ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഹോം പേജ് കാണിക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ പേജസിൽ ഇവിടെ ആഡ് പേജ് ഉണ്ട്, ആഡ് പേജ് കൊടുക്കുക. ഓക്കെ, ഇവിടെ പേജിന്റെ ടൈറ്റിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഹോം എന്ന് കൊടുക്കാം. പബ്ലിഷ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ പേജ് എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ആയിട്ടുണ്ട്. എന്ത് ചെയ്താ ബാക്കിലേക്ക് പോയിട്ട് ഇത് ഹോം നമ്മൾ ടൈറ്റിൽ കൊടുത്ത് അതെന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്, ഈ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാണ്. സൈറ്റ് ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആ ബ്ലോഗാണ് നമുക്ക് വിസിബിൾ ആവുന്നത്. ഇതിപ്പോൾ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, ഹോം പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് നമ്മളിവിടെ, അതായത് ഈ ഒരു ഡൊമൈൻ നമ്മൾ കൊടുക്കുമ്പോൾ അതാണ് ഷോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്തു, ഒരു ഹോം പേജ് ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഹോം പേജ് നമുക്ക് ഷോ ചെയ്യേണ്ടത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ റീഡിങ് എന്ന ഓപ്ഷൻ ഉണ്ട്. റീഡിങ് ക്ലിക്ക് ചെയ്യാം. അതിൽ യുവർ ഹോം പേജ് ഡിസ്പ്ലേസ് യുവർ ലേറ്റസ്റ്റ് പോസ്റ്റ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ബ്ലോഗ് അവിടെ വിസിബിളായി വന്നത്. നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലോഗ് വിസിബിളായി വരാൻ കാരണം ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള എന്താണ്, യുവർ ലേറ്റസ്റ്റ് പോസ്റ്റ് എന്നാണ്. നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. നമുക്കിപ്പോൾ ഹോം പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ആ ഒരു പേജാണ് നമുക്ക് വിസിബിൾ ആവേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റാറ്റിക് പേജ് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഹോം പേജ് ആയിട്ട് ഏതൊരു പേജ് സെലക്ട് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ഹോം എന്നുള്ള പേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിനുശേഷം ഇവിടെ സേവ് ചേഞ്ചസ് എന്നുള്ളത് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് സേവ് ആയിട്ടുണ്ട്. ഇനി സൈറ്റ് എടുത്തിട്ടൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം.
ഓക്കെ. ഇപ്പൊ എന്തിട്ടുണ്ട്, നമ്മൾ ഹോം പേജ് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ല. ഇപ്പൊ നമ്മൾ ഹോം പേജിൽ കണ്ടൻസുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണമെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു സൈറ്റിലേക്ക് ഇപ്പോൾ വേർഡ്പ്രസ്സിൽ നമ്മൾ ഡിഫോൾട്ട് ആയിട്ടുള്ള ആ ഒരു എന്താ സൈറ്റിന്റെ ആ ഒരു URL-ലേക്ക് എങ്ങനെയാണ് ഈ ഒരു ഹോം പേജ് അസൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ് എന്തൊക്കെയാണ് ഒരു വേർഡ്പ്രസ് പഠിക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മളൊരു പേജാണ് ഈ ഒരു ഇത്ര ടൈമിൽ, ഇത്രയും പെട്ടെന്ന് നമ്മളൊരു പേജ് ഇത്ര ടൈമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പേജിലേക്ക് കണ്ടന്റ് എങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ഓരോരോ ക്ലാസ്സിലായിട്ട് നമുക്ക് പഠിക്കാം.